അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന കോയമ്പത്തൂർ ട്രിപ്പ്. അങ്ങനെ യാത്രയുടെ ദിവസം ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് രാവിലെ തന്നെ 2:20 ആയപ്പോഴത്തേക്കും ഞങ്ങൾ രാജക്കാട് എത്തിയിട്ടോ. 2:45 അവിടെ നിന്ന് ബസ്. ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്കും പോകാനുള്ളവരൊക്കെ കുറേ പേരായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓടിക്കതിച്ച് ബസ് പോയി എന്ന് പറഞ്ഞപ്പോൾ വരുന്നവരാണ് ഇത്. പിന്നെ ഞങ്ങൾ പോകുന്നതുണ്ടല്ലോ ഇടുക്കിയുടെ സ്വന്തം ഇടുക്കി ബസ്സിലാണ് കേട്ടോ. ഈ യാത്രയിൽ ഞങ്ങളുടെ ഒപ്പം ഉള്ളത് ഇടുക്കി വ്ളോഗേഴ്സിലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് കേട്ടോ. ഹൈ റേഞ്ചിൽ നിന്നും കോയമ്പത്തൂരിലേക്കും തിരുവനന്തപുരത്തേക്കും എല്ലാ ദിവസവും സർവീസ് നടന്ന പ്രീമിയം AC നൈറ്റ് ബസ്സാണ് കേട്ടോ അത്. ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു കുപ്പി വെള്ളവും ചെറിയൊരു ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഛർദ്ദിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടിട്ട് കോതമംഗലം വരെ നന്നായിട്ട് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അതിനുശേഷം എല്ലാവരും ഉണർന്നു. പാലക്കാട് എത്തിയപ്പോഴും കുതിരൻ ടണലിൻ്റെ മുന്നിൽ കുറച്ച് സമയം ബസ് നിർത്തിയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ഇവിടുത്തെ സ്ഥലം ഒന്ന് ശരിക്കും ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളും വീണ്ടും യാത്ര തുടങ്ങും കേട്ടോ. ഇടുക്കി ബസ്സിനെ പറ്റിയുള്ള ട്രാവൽസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുത്തേക്കാട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. പിന്നീട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു ഹോട്ടലിലാണ് കേട്ടോ നിർത്തിയത്. പിന്നെ ഞങ്ങളുടെ ടേബിളിൽ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഗീ റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കോയമ്പത്തൂർ എത്തിയിട്ടില്ല, പാലക്കാട് വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വിശേഷം ഞാൻ അടുത്ത പാർട്ടിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത പാർട്ടിൽ കാണാം. ടാറ്റാ.